വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശം ചർച്ച ചെയ്യാൻ UDF യോഗം ചേരും. സർക്കാരിലെ ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിനായി ബജറ്റിന് ശേഷം മുന്നണി യോഗം ചേരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നികുതി കുറയ്ക്കൽ പ്രധാന ചർച്ചാ വിഷയമാകും. എന്നാൽ നികുതി പരിഷ്കാരം ധനബില്ലിന്റെ ഭാഗമാക്കി അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനം. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജിബിൻ, ഇതിനോടകം തന്നെ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഈ വിഷയം. മുന്നണിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നത് വ്യക്തവുമാണ്. മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനമാണ്. എല്ലാ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ മേളിൽ മാത്രം ആ ഉത്തരവാദിത്തം ചുരുങ്ങുന്ന മുഖ്യമന്ത്രി മാത്രം മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതിനിടയിൽ കൂടിയാണല്ലോ ഈ യോഗം. അസുഖ അത് തന്നെയാണ്. വിവാദങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് പുറത്തുനിന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, UDF മുന്നണിക്കകത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടെന്ന് പറയുന്നത്. എന്തായാലും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി UDF യോഗം ചേരാനിരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇതിന്റെ ഡേറ്റ് നീണ്ടു പൊക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കോർപ്പറേഷൻ അതുപോലെ തന്നെ മറ്റ് ബോർഡ് ഇതിന്റെയൊക്കെ വിഭജനത്തിന്റെ ഭാഗമായി UDF യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പോലും UDF കൺവീനറിന്റെ അനാരോഗ്യം കാരണമാണ് ഇത് ചേരാൻ സാധിക്കാത്തത്. എന്തായാലും അടിയന്തരമായി തന്നെ UDFന്റെ അടിയന്തര യോഗം ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്രധാന വിഷയമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യും. കാരണം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി VD സതീശൻ നേരിടേണ്ടി വന്നത്. കോൺഗ്രസിന്റെ അകത്തു നിന്നും UDFന്റെ ഭാഗത്ത് നിന്ന് UDFന്റെ വിവിധ മുന്നണികൾ തന്നെ ഇതിനോടകം തന്നെ ഇതിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുകൂടി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇത് ധനകാര്യ ബില്ലിന്റെ ഭാഗമാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയിലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള UDF യോഗം അടിയന്തരമായി ചേരുകയാണ്. അതിൽ ആയിരിക്കും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത്, അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം അതിൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിന് ശേഷമുള്ള ചർച്ചയിൽ മറുപടി പ്രസംഗത്തിൽ പോലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ VD സതീശനെതിരെ ഈ വീര്യം കുറയ്ക്കുന്ന മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കരിമണൽ ഖനനം ഇതിന്റെയൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പൊതുജനങ്ങളുടെ കൂടി വികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം UDF എടുത്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായി VD സതീശൻ തന്നെ വരട്ടെ എന്നുള്ള ഒരു നിലപാടെടുത്തിയ ആളാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ സർക്കാർ ചുമതലയേറ്റ് ഒരു മാസത്തിനകം തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുന്ന ഇനി UDF യോഗത്തിൽ തന്നെയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.